ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ചിക്കനോ മട്ടനോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയിൻ മന്തി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ആണെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയൊരു പീസ് പട്ട, 3-4 ഗ്രാമ്പു, ഒരു വഴനയില, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ള മല്ലി, 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഇത് മെൽറ്റ് ആയിക്കോളും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിക്കൻ ക്യൂബ്സ് ഇടണമെന്നില്ല. പക്ഷേ ഈ ചിക്കൻ ക്യൂബ്സ് ഇടുമ്പം ഈ റൈസിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. എന്നിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 3 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പാണ് അരി എടുത്തത്. അതുകൊണ്ടാണ് 3 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ടിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം. വെള്ളം ഏകദേശം ഒന്ന് വറ്റി തുടങ്ങുമ്പം ഇതുപോലെ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ റൈസിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. റൈസൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൈസ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. മന്തി റൈസിന് ഒരു ചെറിയൊരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും. ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് റൈസ് കുക്കായതിനു ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുള്ള ചാർക്കോൾ ഇതിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഈ ചാർക്കോൾ ഈ റൈസിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ റൈസിന് നല്ല സ്മോക്കി ഫ്ലേവർ വന്നിട്ടുണ്ടാവും. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് സാധാരണ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ഫിഷിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാറ്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.